ഇന്നലെ എപ്പിസോഡ് തുടങ്ങിയ ഉടനെ തന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ അനീഷും അതുപോലെ തന്നെ ഷാനവാസും തമ്മിലുള്ള അടിയായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ ഉണ്ടെങ്കിൽ അനീഷ് മൊണ്ണാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അവിടെ കിടന്ന് തലയെണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ അനീഷിനെ എറിയുന്നു, അനീഷ് തിരിച്ചുണ്ടെങ്കിൽ എറിയുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇടിയൊക്കെ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ ഷാനവാസ് അനീഷിൻ്റെ അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ സംഭവം കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ശേഷം ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ വന്നതിന് ശേഷം ഇവരെടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് അനീഷിനെ വിളിച്ചിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ടാസ്ക് കളിച്ചവരൊന്നും നല്ല രീതിയിൽ കളിച്ചില്ല എന്നുള്ളത്, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതേ ലാലേട്ടൻ, എനിക്ക് വേണ്ടി ടാസ്ക് കളിച്ചവരൊന്നും നല്ല രീതിയിൽ കളിച്ചിട്ടില്ല. അനിമോളും അപ്പാനിയൊക്കെ ആണെങ്കിൽ കീ എടുക്കും, താഴെ ഇടും, കറക്റ്റായിട്ടുള്ള രീതിയിൽ കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ആര്യൻ്റെ കാര്യം വഴക്കുണ്ടായതിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞത് അപ്പാനിയൊക്കെ ഭയങ്കരമായിട്ടില്ല, ഞാൻ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്കങ്ങനെ തന്നെ തോന്നിയെന്ന് ലാലേട്ടൻ്റെ അടുത്ത് അപ്പാനി പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മെയിനായിട്ട് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസയിലും അതുപോലെ തന്നെ അനുമോളുമായിട്ടുള്ള പ്രശ്നം. അതിപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നമാണ്. അതിനെക്കുറിച്ചായിരുന്നു ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ജിസയിലിനെ അനുമോളെ എണ്ണിപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേന് അനുമോളിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മേക്കപ്പ് കിറ്റൊക്കെ ഉപയോഗിക്കുന്ന ജിസയിൽ അത് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പുറകെ നടന്നത്, അടിയുണ്ടായി, എന്നെ ഇതേ കണക്ക് സംസാരിച്ചു, പിന്നെ ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെയൊക്കെ വന്നു, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കാതെ ഒരു നോർമൽ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ജിസേലിൻ്റെ അടുത്തും എത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് രീതി നല്ല എന്താ പറയുക, ഒന്ന് സ്കൂൾ പിള്ളേരെടുത്ത് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവരെ അങ്ങ് ഇരുത്തിയാണ് ചെയ്തിട്ടുണ്ടായത്. വേറെ ഭയങ്കര രീതിയിൽ നമ്മൾ വിചാരിച്ച കണക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ജസ്റ്റ് അവരെടുത്ത് രണ്ട് സംസാരിച്ച് കൊച്ചു പിള്ളേരുടെ അടുത്ത് കാര്യം പറയുന്നതൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് നടന്നിട്ടുണ്ട്. ജിസേലിൻ്റെ അടുത്ത് നിന്ന് വലുതായിട്ട് നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു തന്നിട്ട് ഓക്കെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ളവരടുത്ത് ഓരോരുത്തരുടെ സംസാരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് അനിമോളുടെ കാര്യം തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കാരണം അനിമോള് ആ ഒരു വീട്ടിലിരുന്നിട്ട് ബാക്കിയുള്ള ആണുങ്ങളെല്ലാം ജിസലിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, എല്ലാം മൊണ്ണകളാണ്, അങ്ങനത്തെ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലാലേട്ടനുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ അവരുടെ ടി വിയിൽ കാണിക്കുകയുണ്ടായിരുന്നു. കാണിച്ചതും എല്ലാം ഓക്കെ, അനിമോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലായി. എന്നിട്ട് ബാക്കിയുള്ള അഭിപ്രായം എന്താണെന്ന് ലാലേട്ടൻ ചോദിച്ചു. ഓരോരുത്തരായിട്ട് എണീറ്റ് പറഞ്ഞ അനിമോൾ പറഞ്ഞ ഒട്ടും ശരിയായിട്ടില്ല ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പറയുന്നുണ്ടായിരുന്നു. അനിമോളിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അനിമോളിന് ദേഷ്യമാണ്, ബാക്കിയുള്ളവർ ചെയ്താൽ കുഴപ്പമില്ല, അവൾ പറ്റി പറഞ്ഞാലാണ് ഇത് മൊത്തം പ്രശ്നമാവുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അനിമോളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം എവിക്ഷനിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ഒനീൽ സാബു അതുപോലെ തന്നെ സരികയൊക്കെ ഒരു ഓട്ടോ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം എവിക്ഷനിലേക്കാണ് ബിഗ് ബോസ് പോയിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഓക്കെ എല്ലാവരും എണീറ്റിരിക്കൂ, ഇതിൽ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരണം. ഭയങ്കര എന്താ പറയുക ബിൽഡപ്പ് ഒന്നും അടിച്ചില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ പറഞ്ഞു ബിൻസി ഇങ്ങ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിൻസി ഭയങ്കര വിഷമത്തോടെയൊക്കെ വരുന്നു. അനുമോൾ ആ ഒരു സമയത്ത് കരയാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും അവസരം കൊടുക്കുന്നുണ്ടില്ലായിരുന്നു. ഉടനെ തന്നെ ബിൻസി ഇറങ്ങി വരുന്നു. അപ്പനച്ചനടുത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. എന്താ അവർ തമ്മിൽ സഹോദരൻ ബോണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. അധികം അതൊക്കെ ബിഗ് ബോസ് കാണിച്ചില്ല. എന്തായാലും ഭയങ്കരമായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിഗ് ബോസിൻ്റെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ബിൻസി വെളിയിൽ ഇറങ്ങുന്ന നേരം ലാലേട്ടൻ്റെ അടുത്ത് തോന്നുന്നു. അവിടെ ചെന്ന് സംസാരിക്കുന്നു. ഭയങ്കര രീതിയിൽ വിഷമമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ മാത്രമൊന്നുമില്ല.